വരികയാണ്. ജയ്സ, ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ ഒന്ന് പ്രേക്ഷകരോട് പറയൂ. ഇത് ചെറുപൂരങ്ങളുടെ വരവാണ്. ചെറുപൂരം വടക്കുന്നാഥനെ വണങ്ങി തിരിച്ചു വരുന്നത് ചെമ്പുക്കാവ് ഭഗവതിയാണ് ഈ വരുന്നത്. ഇതുപോലെ 8 ഘടകപൂരങ്ങൾ ഇപ്പോൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തിരുവമ്പാടിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം 10 മണിയോടുകൂടി തന്നെ ബ്രഹ്മസ മഠത്തിലെത്തും. അവിടെ നിന്ന് 11:30 മഠത്തിൽ വരവ് ആരംഭിക്കും. ഇതേ സമയം 12 മണിയോടുകൂടി പാറമേക്കാവ് ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഏകദേശം 4 മണിയോടുകൂടി അത് വടക്കുന്നാഥിൽ സമാപിക്കും. ഈ 11:30 ആരംഭിക്കുന്ന മഠത്തിൽ വരവ് ഏകദേശം അതേ സമയം തന്നെ വടക്കുന്നാഥിന്റെ അവിടെ എത്തും. പിന്നീടാണ് ഇലഞ്ഞിത്തറമള നടക്കുന്നത്. ആ ഇലഞ്ഞിത്തറമളയ്ക്ക് ശേഷം ഇപ്പോൾ ഈ നാം നിൽക്കുന്ന സ്ഥലത്ത് ആർഭാടമായ കുടമാറ്റം നടക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കൂ. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പൂരനഗരിയിലാണ്. പൂരം പിന്നെ എവിടെ പോവും? പൂരത്തിന് ഇവിടെ അല്ലാണ്ട് എവിടെ പോവും? ഇരിങ്ങാലക്കുട. ഓക്കെ, എല്ലാ പൂരത്തിനും വരാറുണ്ടോ? എല്ലാ പൂരത്തിനും വരും അല്ലേ? അപ്പൊ ഈ എപ്പോഴെങ്കിലും തിരിച്ചു പോവാ? തിരിച്ച് നാളെ ഉച്ച കഴിഞ്ഞ് അത്രേ ഉള്ളൂ പോകത്തുള്ളൂ. അതായത് വെടിക്കെട്ടും കഴിഞ്ഞ് പൂരക്കഞ്ഞിയും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഈ പൂരക്കഞ്ഞി എപ്പോഴാണ് കൊടുക്കുക? നാളെ ഒരു 1 മണി 12 മണി. അപ്പൊ നാളെ നിങ്ങൾ വന്നാൽ പൂരക്കഞ്ഞിയും കൂടെ കൊടുക്കാം. അതായത് പകൽപൂരത്തിനോടൊപ്പം പൂരക്കഞ്ഞിയുണ്ട് അല്ലേ ജീസ? ഈ പൂരക്കഞ്ഞിയെ കുറിച്ചൊന്ന് പ്രേക്ഷകരോട് പറയും. പിന്നെ അവിടെ വന്നാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. എല്ലാവർക്കും ഈ പൂരത്തിന് വന്ന സകല ആളുകൾക്ക് പൂരക്കഞ്ഞി കൊടുത്തിരിക്കും. തൃശ്ശൂർക്കാര് ഇത്തവണ ഭയങ്കര ജനറസ് ആയിട്ടാണ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. മോരും വെള്ളം ഫ്രീ ഉണ്ട്, അത് കോർപ്പറേഷന്റെ വക. പിന്നെ ചപ്പാത്തി ഫ്രീ ഉണ്ട്, അതും കോർപ്പറേഷന്റെ വക. പൂരക്കഞ്ഞിയുണ്ട്, അത് പൂര സംഘാടകരുടെ വക. ജെയ്സന്റെ വക എന്തുണ്ട്? നമ്മൾ പൂരം ഉണ്ട്. ജെയ്സൺ പൂരം ഫ്രീ ആയിട്ട് തരും. അപ്പൊ പൂരത്തിന്റെ ആഘോഷത്തിന്റെ മേള പെരുമയിലാണ് നമ്മളൊക്കെ. നമസ്കാരം ചേച്ചി, എവിടുന്നാ? വടക്കാഞ്ചേരി. എന്റെ നാടാണിത്. ന്യൂസ് 8 ചാനലിൽ ക്യാമറമാൻ അഖിലോട്ട് പറയട അമ്മേ. ഞാൻ അന്നേ എത്ര വർഷമായിട്ട് പൂരം കൊള്ളുന്നു? ഞാൻ ജനിച്ചത് വളർന്നൊക്കെ നാട് ഇത് തന്നെ. എല്ലാ പൂരത്തിനും വരുമായിരുന്നോ? എല്ലാ പൂരത്തിനും വരും. ഓക്കെ, ഇനിയിപ്പോ കാണാറുണ്ട്. അടിപൊളി കണ്ടപ്പോ നല്ല സന്തോഷം. താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പോ എപ്പോഴും തിരിച്ചു പോവാ? ഞങ്ങള് എന്റെ വീട് ഇവിടെ ഉണ്ട്. പക്ഷെ കുറച്ച് നേരം പൂരൊക്കെ ഉണ്ട്. ഒരു ഫ്രണ്ട് എവിടെയൊക്കെ ഉണ്ട്, ആളെ ഒന്ന് കാണണം. ഈ പൂരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഇപ്പൊ എലഞ്ഞിത്തറ മേളമുണ്ട്, ഈ കുടമാറ്റം ഉണ്ട്, എല്ലാം ഇഷ്ടമാണ് അല്ലേ? ഈ കാഴ്ച കൂടി ഒന്ന് ആവേശം കയറി കഴിഞ്ഞാലേ പിന്നെ എങ്ങനെയാണ് മനുഷ്യർ ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്? ആ കുഞ്ഞു പാവയൊക്കെ കണ്ടില്ലേ? ഭയങ്കര രസകരമായിട്ടാണ്. അതെ 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 അതെ. കുഞ്ഞാവയ്ക്ക് ഉണ്ട്, കുഞ്ഞാവയ്ക്ക് പൂരം ഉണ്ട്. ഹായ് കുഞ്ഞാവപുരം. ഹലോ കുഞ്ഞാവപുരം. ഹായ് ഹായ്. ഹലോ, എവിടെ പേരെന്താ? ആദ്യാത്മ പറയൂ. നിങ്ങൾ കുറെ നേരം ഇവിടെ ഉണ്ടാവും. പൂരക്കഞ്ഞിയും കുടിച്ചിട്ടേ പോകും. ആണോ? കുഞ്ഞ് ആസ്വദിക്കുന്നുണ്ടോ? പിന്നെ ജയ് 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 പറയോ? എങ്ങനെ പറയാ? ജയ് 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 പറയാ. കുഞ്ചിപ്പൂരേക്ക് നോക്കിക്ക, അവിടെ കൊമ്പന്മാര് കൊട്ട് അല്ലേ? ഓക്കെ, അപ്പൊ തൃശ്ശൂർ പൂരം ചെയ്യും. നമസ്കാരം അമ്മ, എന്ത് ചെയ്യുന്നു? എവിടെയാ വീട്? കുന്നംകുളമാണ്. ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ എത്ര സമയം ഇവിടെ ഉണ്ടാവും? പൂരത്തിന്റെ ഒരു ഫുള്ളുണ്ടാവും. ആണേ പോകുന്നുണ്ടോ? ആണോ? കുടമാറ്റവും കണ്ടിട്ടേ പോകും. ആണോ? അതിന് തയ്യാറെടുത്ത് വരിക. ചൂടൊക്കെ ഉണ്ടെങ്കിലും ചൂട് അതൊന്നും കുഴപ്പമില്ല. പൂരത്തിന്റെ ലഹരിയിൽ എന്ത് ചൂട് എന്നാണ്. അപ്പോൾ നാട്ടുകാരും നമുക്കൊപ്പമുണ്ട്. ശരിക്കും ആ ഒരു ലഹരിയിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? ഈ താളമാണ് പിടിച്ചു തുടങ്ങുന്നത് അല്ലേ? ഇങ്ങനെ ഈ പ്രായത്തിൽ പിടിച്ചു തുടങ്ങുന്ന താളമാണ് അല്ലേ? എത്ര കാലം? നല്ലതാ സാറേ. സാറിനെ ടി വിയിൽ കാണാറുണ്ട്. ഈ ആള് നല്ല കമ്മൗണ്ട് തരലുണ്ട്. ടി വിയിൽ വാർത്ത പറയുമ്പോ നിങ്ങൾ 5 ആള് കൂടിയിട്ട് അതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഈ ദീപക് കാണാറുണ്ട് ആണല്ലേ? ഓക്കെ, ദീപകിന്റെ ആരാധകനാണ്. ദീപകിന്റെ ഒരു ഫാൻ. ഏറ്റവും നല്ല പ്രോഗ്രാം ബീറ്റ് എഡിറ്റേഴ്സ് ആണ്. സൂപ്പർ പ്രോഗ്രാം. 67 പൂരം വിട്ടിട്ടില്ല. അന്ന് 10 ഹോട്ടലുണ്ട് ഇവിടെ. ഇന്നില്ല 10 അന്ന് വെടി ഒരു അകവടം വന്ന ഒരു കാലഘട്ടത്തില്. തിരുവമ്പാടി പാറമേക്കാവ് വടക്കുന്നാഥ സന്നിധാനം. അവരുടെ പുറംഭാഗം കണ്ടോ? അവരുടെ പുറംഭാഗം ഒന്ന് തിരിഞ്ഞേ കണ്ടോ? ഫുൾ ടീം വന്നേക്കുവാ. വടക്കുന്നാഥ സന്നിധാനം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളാണ് ഇനി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഇത്തവണ?
എല്ലാം ഭംഗിയായിട്ടാണ് കണ്ടത്. വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് കണ്ടു. എല്ലാം നന്നായിരുന്നു. തിരുവമ്പാടി ഏറ്റവും വലിയ സർപ്രൈസ് എന്തിലായിരിക്കും? കുടമാറ്റത്തിലായിരിക്കുമോ അതോ വെടിക്കെട്ടിലായിരിക്കുമോ? കുടമാറ്റം ഇപ്രാവശ്യം എന്തു വന്നാലും ഒരു പ്രത്യേകതയോടു കൂടിയായിരിക്കും ഇപ്രാവശ്യത്തെ കുടമാറ്റം വരാൻ സസ്പെൻസ് ഉണ്ട്. സസ്പെൻസ് ഉണ്ട്. പറയാൻ മടിയാ ആ, അതെ, അതെ, അതെ. സസ്പെൻസ് ആയിട്ട് വെക്കട്ടെ. വെടിക്കെട്ടിലും സസ്പെൻസ് ഉണ്ട്. വെടിക്കെട്ടിലുണ്ടോ സസ്പെൻസ്? ആണോ? അപ്പൊ വെടിക്കെട്ടിലും കുടമാറ്റത്തിലും സസ്പെൻസ് തീർച്ചയായും പൂരമായി കഴിഞ്ഞാലേ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മൊത്തത്തിലൊരു ലഹരിയാണ്. ഒരു വ്യത്യാസവും ഇല്ല ആർക്കും. തീർച്ചയായും അതെ എല്ലാവർക്കും അതുപോലെ തന്നെ നല്ലൊരു ലഹരിയായിരിക്കും. എല്ലാവർക്കും വെള്ളം കുടിക്കാനുള്ള സംവിധാനമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ചപ്പാത്തി ഉണ്ട് എല്ലാം ഉണ്ട്. അല്ലേ? അപ്പൊ മൊത്തത്തിൽ ഇങ്ങ് പോന്നാ മതി ആഘോഷിക്കാൻ. നാളെ ഉച്ചയ്ക്ക് പൂരക്കഞ്ഞി കുടിച്ചേ പോവാം. തീർച്ചയായും പൂരെ കൊള്ളാൻ വരുന്നത്